ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ മഷ്റൂം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ബട്ടർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇത് ചെയ്യാനായി ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കുന്നില്ല. 2 തക്കാളി, ഒരു 2-3 സവാള, ആവശ്യത്തിന് പച്ചമുളക്, ബാക്കിയൊക്കെ പ്രിപ്പറേഷൻ്റെ ടൈമിൽ കാണാം. ഇനി ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു ചോപ്പർ വെച്ചിട്ടാണ് ഈ സവാള കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം. ഇനി ഇതൊക്കെ ഒന്ന് കഷ്ണം കഴിച്ചിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. സവാള ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുക്കുന്നത്. ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് വരാം. ഇതിൻ്റെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കാം. പുറത്തു നിന്നുള്ള നോയ്സ് വല്ലാണ്ടുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം റോഡിൻ്റെ സൈഡിലാണ് നമ്മുടെ വീട്. അപ്പോൾ വണ്ടി പോകുന്ന സൗണ്ടുകൾ വല്ലാണ്ടുണ്ടാവും, അതിൻ്റെ ഹോണടിയൊക്കെ. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനിങ്ങനെ കത്തി കൊണ്ട് ചുരണ്ടി എടുക്കും. അവിടെ വലിച്ചാൽ വരില്ല. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ഞാനല്ലെങ്കിൽ കൂണ് വറുത്തരച്ചിട്ടാണ് വെക്കാറ്. അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയപ്പം വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി. അപ്പം ഞാൻ പിന്നെ ഇതുപോലെ വെക്കാൻ തുടങ്ങിയത്. ഇത് ഓരോന്നും ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വേവിച്ചെടുത്താലും കുഴപ്പമില്ല. മഞ്ഞളിട്ട വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാനൊന്ന് ഫാൻ എടുത്തിട്ട് വരാം. വേർത്തൊലിക്കുന്നുണ്ട്. കൂണ് ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ 2 തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. സ്റ്റൗ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാവാൻ വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. സവാളയും പച്ചമുളകും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇടുന്നുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂണ് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങളുടെ എരിവൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കാം. കൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് സമയം വഴറ്റിയാൽ മതിയാവും. നമ്മൾ വേവിച്ചെടുത്ത കൂണാണ്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ സവാള വഴറ്റുമ്പോൾ തന്നെ കറിവേപ്പില ഇടാറുണ്ട്. ഇന്ന് ഞാൻ ഇട്ടില്ല. 2-3 തണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വെച്ചു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് പുറത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.